നമ്മൾ കുറേ സംസാരിച്ചു. കഴിഞ്ഞ വീഡിയോസിലും കുറേ സംസാരിച്ചു. ഈ സംസാരിച്ച് ഇപ്പം ഈ നിങ്ങളുടെ ഓഡിയൻസിന് ഡൗട്ടുണ്ടാവും, ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ചെയ്താണോ, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എൻ്റെ ആണോ? അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ M3 ഇൻ്റർനാഷണലിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് പേജിൽ ഒരു ഹോസ്റ്റാണ് ഞാൻ. എൻ്റെ മെയിൻ ആൾ ജിജോ മോനാണ്. അപ്പം ജിജോ ബ്രോയുടെ നമ്മൾ തമ്മിലുള്ള ആ ഒരു പോഡ്കാസ്റ്റ് സെഷനും കുറേ കാര്യങ്ങളൊക്കെ ഓഡിയൻസൊക്കെ കണ്ടു കഴിഞ്ഞപ്പം കുറേ ആൾക്കാർ, കുറച്ചധികം ആൾക്കാർ നമ്മൾ എന്താ പറയുക, അതിനെപ്പറ്റി അപ്രിഷ്യേറ്റ് ചെയ്തിട്ടൊക്കെ മെസ്സേജ് റിപ്ലൈസൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കോമൺ ആയിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ലൊരു സ്റ്റോറി ടെല്ലർ. ബിക്കോസ് നിങ്ങൾ പറയുന്നൊരു സംഭവം ഏതൊരു വ്യക്തിക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈസിലി. ഇപ്പം നിങ്ങളൊരു മറ്റേ തോട്ടക്കാട്ടുകാര നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പം അങ്ങനെ ഒരു കഥ പറയുവാണെങ്കിൽ, നിങ്ങളുടെ ഒരു നിങ്ങളെ ഒരു സ്റ്റേജിൽ കയറ്റി നിങ്ങളൊരു കഥ പറയാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു എന്ത് കഥ പറയും? ഈ കഥ പറച്ചിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല. കാരണം നമ്മുടെ മെജോറിറ്റി സമയങ്ങളിലും നമ്മളിപ്പം ഇപ്പം സ്കൂളുകളിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ കൂട്ട് നമ്മൾ മൊബൈലിലുള്ള കാര്യങ്ങളും ഗെയിമുകളും അല്ലല്ലോ. സ്കൂളിൽ ഈ കഥ പറച്ചിൽ നമ്മൾ തുടങ്ങുന്നത് സ്കൂളിൽ ടീച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അന്ന് തുടങ്ങിയ കഥകളാണ്. ഞങ്ങളുടെ സ്കൂൾ ബെഞ്ചുകളിലിരുന്ന് ഇഷ്ടംപോലെ കഥ പറഞ്ഞൊക്കെ ഇറക്കിയൊക്കെ വിട്ടിട്ടുണ്ട്. അങ്ങനെ കഥ പറച്ചിൽ നല്ല നമ്മളിരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ അത് അവിടെ തൊട്ട് തുടങ്ങുന്നൊരു സംഭവമാണ്. പിന്നെയും നമ്മൾ +1 +2 എത്തുന്നു, സെൻറ്റ് ഗ്രിഗോറിയസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്റ്റൽ ലൈഫിലോട്ട് പോയില്ലേ, അവിടെ ചെല്ലുമ്പോഴും എന്തുവാ ഈ ഗെയിം കളിയല്ല, കൂട്ടുകാരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരമാണ് അവിടുത്തെ മെയിൻ പരിപാടി. അതിപ്പോൾ പരദൂഷണമാവാം, അടിയാവാം, വെട്ടാവാം, കുത്താവാം, കഥകളാവാം, സിനിമ കഥകളാവാം, ഫാൻസ് ആവാം, മോഹൻലാലിൻ്റെ അടി, മമ്മൂട്ടിയുടെ അടി, അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ പിന്നെ അങ്ങ് അരപ്പള്ളി പോകുമ്പോഴും അവിടെ നമുക്ക് ഫ്രണ്ട് സർക്കിളാണ്. അങ്ങ് വീട്ടിലാണെങ്കിലും മമ്മി നല്ല ഒരു സ്റ്റോറി ടെല്ലറാണ്. ഞാൻ മമ്മിയുടെ പഴയ കാര്യങ്ങളും ഒക്കെ ഇരുന്ന് ഈ മമ്മി ഇങ്ങനെ പറഞ്ഞു തന്നെ. എനിക്ക് തോന്നുന്നില്ല മണിച്ചിത്രത്താഴിനകത്ത് ശോഭനയുടെ സെറ്റപ്പാന്ന് തോന്നുന്നത് പഴയ കഥകളിലൂടെ. അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ എടുത്തു പറയാനായിട്ടൊരു കഥ. എൻ്റെ മനസ്സിൽ ഒരുപാട് കഥകൾ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ഒരുപാട് കഥകളുണ്ട്. ഈ കഥകളൊക്കെ കേട്ട് പല ആൾക്കാരും രക്ഷപ്പെട്ടിട്ടുണ്ട്. നിതിൻ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരനൊക്കെ ഇപ്പം കാനഡയിലൊക്കെ എത്തിപ്പെട്ട് അവൻ തന്നെ പറയും ജിജോമോൻ്റെ കഥകൾ. അതായത് എൻ്റെ ഒരു കഥ കേട്ടിട്ട് എൻജിനീയറിങ്ങിന് പരീക്ഷയുടെ തലേന്ന് എൻ്റെ ഒരു കഥ കേട്ടിട്ട് അവൻ ചാടി എഴുന്നേറ്റിട്ട് പോയി ബുക്ക് അങ്ങോട്ട് തുറന്നിട്ട് ദൈവമേ എന്നുകൊണ്ട് അങ്ങനെ പഠിക്കാൻ തുടങ്ങിയതാണ് ഇത്. അവൻ ഒരു നിരപരാധിയായിട്ട് പല കുറ്റങ്ങളും ഏക്കപ്പെട്ട് ഒരുപാട് അരിയറിൻ്റെ ബാക്കിൽ പോയൊരു മനുഷ്യനാണ് നിതിൻ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടുകാരൻ. പിന്നെ പഠിക്കാൻ കഴിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ബാക്കിലായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അടിയിൽ പോവുമല്ലോ. സത്യം. അങ്ങനെ പോയവർക്ക് ഞാൻ മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് കേൾക്കുമ്പോൾ പറഞ്ഞുകൂടായിരുന്നു വേറെ കാര്യം. പെട്ടെന്നൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഴം എന്ന് പറഞ്ഞിട്ടൊരു കഥ പറയാം. എൻ്റെ സ്വന്തം ക്രിയേഷന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കഥ പറയുമ്പം നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടുന്നത് ഒരു പഴയ ഒരു അനിമേഷൻ കാർട്ടൂൺ സാധനം നമ്മുടെ മനസ്സിൽ വിചാരിക്കണം. ഒരു മറ്റേ മിക്കി മൗസ് ഒന്നുമല്ല, ഒരു രാജാവ്, രാജ്യം എന്നുള്ള രീതിയിൽ പഴയ കാക്കരി നാട്ടിൽ ആ ഒരു രീതിയിൽ നമ്മളിതിനെ കാണണം. അപ്പോൾ ഈ ഒരു രാജ്യം, ആ രാജ്യത്ത് നല്ല ഒരു രാജാവുണ്ട്. അവിടുത്തെ പ്രജകളെല്ലാം ഹാപ്പിയാണ്, അവർക്കൊരു പ്രശ്നവുമില്ല. രാജാവ് വേണ്ടുന്നതെല്ലാം പ്രജകൾക്ക് കൊടുക്കുന്നു, രാജാവിന് വേണ്ടുന്നതെല്ലാം പ്രജകൾ കൊടുക്കുന്നു. ഭയങ്കര ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു രാജ്യം. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ കുറിച്ച് മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ കേൾക്കുക, ഈ രാജ്യം നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിയെ മസ്കറ്റിലോട്ട് ക്ഷണിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അബുദാബിയിലോട്ടോ ദുബായിലോട്ടോ അല്ലെങ്കിൽ ഖത്തറിലോട്ടോ കുവൈറ്റിലോട്ടോ പോകുമ്പം സ്വീകരിച്ച് അവർ തമ്മിലിരുന്ന് ചായ കുടിക്കുമല്ലോ. എന്നതുപോലെ ഈ രാജാവിനെ അപ്പുറത്തെ രാജ്യത്തിലോട്ട് രാജകീയമായി തന്നെ അങ്ങ് ക്ഷണിക്കുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു രാജാവും
അപ്പം അദ്ദേഹത്തെ വിളിച്ചൊരു കപ്പ് ചായ കൊടുത്താൽ എന്താ എന്നുള്ള രീതിയിൽ പുള്ളി അഭിമാനിയാണ്. അപ്പോൾ അങ്ങനെ മറ്റൊരു രാജ്യത്തോട്ട് വിളിച്ചു. അപ്പോൾ അവിടെ രാജകീയമായി തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. കൊട്ടും പാട്ടും മേളവും അവർ തമ്മിലുള്ള കരാറുകളും അതും ഇതും എല്ലാം റെഡിയാവുന്നു. അങ്ങനെ ഈ 2 രാജ്യത്തിലുള്ള ആൾക്കാരും എല്ലാം ഹാപ്പിയാണ്. അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കാനായിരുന്നു. അങ്ങനെ ഇവർ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ രാജ്യത്തെ രാജാവിന് ഒരു പഴം കൊണ്ട് കൊടുത്തു. ഓക്കെ. അപ്പം നമ്മുടെ രാജ്യത്തിൽ ഈ പഴം എന്നൊരു സാധനം ഇല്ല. ഓ, വാഴയില്ല, പഴവുമില്ല, കൊലയില്ല. അതെ. അപ്പം ഇങ്ങനെയാണ്. അപ്പം രാജാവ് ചോദിച്ചു ഇതെന്തുവാ? അത് ഈ രാജ്യത്തെ ഒരു അതൊരു ഫ്രൂട്ടാണ്. ഫ്രൂട്ടാണ്. എങ്ങനെയാണ് ഞാൻ അപ്പോൾ ഇത് നല്ല മധുരമാണ് നോട്ട് എടുത്ത് കഴിക്കുന്നത്. അങ്ങനെയല്ല കഴിക്കേണ്ടത്, ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. ഈ പഴം നമ്മളൊന്ന് ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയാണ്. അതെ അതെ. അപ്പോൾ ഈ ആദ്യമായിട്ടൂടെ ഇല്ല കഴിക്കുന്നത്. അപ്പോൾ ഈ പഴം ഇങ്ങനെ ഈ രാജാവ് നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ടേസ്റ്റ്. അതെ 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 അതെ. ഉടനെ ഇത് ഇത്രയും ഫ്ലഫി ആയിട്ടുള്ളൊരു സാധനം ഇതുണ്ടായിട്ട് ഞാനിതുവരെ അറിഞ്ഞില്ല, എൻ്റെ രാജ്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇത്രയും രുചി. ഇത് എൻ്റെ രാജ്യത്തെ പ്രജകളും ഇതിൻ്റെ രുചി അറിയണം, എനിക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ രാജാവ് ഭയങ്കരമായിട്ട് ഇത് പറയുവാണ്. അപ്പോൾ ഉടനെ അതിനെന്താ ഇത് ഇത്ര വലിയ കാര്യമല്ലല്ലോ, ഇതെനിക്ക് കൊണ്ടുപോകണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് ഒരു പഴം കൊടുത്താ എന്ന് പറഞ്ഞിട്ട് പുള്ളി 1-2 പഴങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ. അപ്പോൾ ഈ പഴത്തിനോടുള്ള ഇദ്ദേഹത്തിൻ്റെ, അതായത് ഇത്രയും നിസ്സാരമായിട്ടുള്ളൊരു കാര്യം ഇതിനകത്തോട് ഇത്രയധികം ഇത് കൊടുത്തപ്പോൾ ഉടനെ തന്നെ ആ രാജ്യത്തെ രാജാവ് പറഞ്ഞു ആരെവിടെ നമ്മുടെ ഏറ്റവും വലിയ കർഷകനെ കൊണ്ടുവരും, അല്ലെങ്കിൽ കൃഷി വകുപ്പ് മന്ത്രിയെ കൊണ്ടുവരും, ഇത് എത്രയും പെട്ടെന്ന് ആ രാജ്യത്തിൽ കൊണ്ട് നട്ട് റെഡിയാകണം, നമ്മുടെ കൽപ്പനയാണ്, അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് വരണം എന്ന് ഇതിൻ്റെ രാജകൽപ്പനയാകുന്നു. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇതാകുന്നു. അപ്പോൾ ഒരു വാഴ ഈ രാജാവ് തിരിച്ച് ആ രാജ്യത്തിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇപ്പോൾ ഈ രാജാവ് പറയുന്നുണ്ട് എനിക്ക് കൃഷിയെക്കുറിച്ചൊന്നും വലുതായിട്ട് അറിഞ്ഞൂടാ, സൂര്യവട്ടം കിട്ടുന്നിടത്ത് കൊണ്ടുവന്ന് നടണം, അപ്പോൾ പിന്നെ എൻ്റെ കൃഷി വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ കർഷകൻ ഞാൻ വിടുന്നുണ്ടല്ലോ, അദ്ദേഹം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ഇനി പോരുമെന്ന് പറയുന്നു. അന്നേരം അങ്ങനെ ഇവിടെ വന്നു. അപ്പോൾ രാജകൊട്ടാരത്തിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന തെങ്ങും തോട്ടത്തിൽ തന്നെ ഈ വാഴ നട്ടു. ഓക്കെ. ഇപ്പോൾ രാജാവ് എന്നും നോക്കി നിൽക്കുവാണ് ഈ വാഴ കൊലച്ച് വരും. അപ്പം മറ്റേ കർഷകൻ പറഞ്ഞു വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം, ചാണകം ഇടണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതിന് തടം എടുക്കണം, ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പോയി. ആ രാജ്യത്തിലുള്ള കർഷകർ അത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രാജാവ് എന്നും ഇതിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വാഴയ്ക്ക് കിട്ടേണ്ടുന്ന ഇരട്ടി വളമൊക്കെയാണ് കൊടുക്കുന്നത്. കാരണം പുള്ളിയുടെ ആഗ്രഹമില്ല ഇതിനകത്ത് ഏറ്റവും വലിയ ഇത് കഴിക്കണം. അപ്പോൾ ചാണകമൊക്കെ ഇഷ്ടം പോലിട്ട് വളം എല്ലാം ഇഷ്ടം പോലെടുത്തിട്ട് ഈ വാഴ അങ്ങ് കയറി വളരുക. വാഴ വളർന്ന് മുട്ടനാകും. അപ്പം സാധാരണ അവിടെ കണ്ടതിനെക്കാട്ടിലും വലിയ വാഴയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അപ്പോൾ എൻ്റെ അമ്മയും പൊന്നുമാനെ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഇതിൻ്റെ വളക്കൂറ് മൊത്തവും. അപ്പം ഇത്രയും വലിയ കൊല എനിക്ക് കിട്ടും, പഴം എനിക്ക് കഴിക്കാമെന്ന് പറഞ്ഞാൽ പുള്ളിങ്ങനെ ആഗ്രഹത്തിനോട് നോക്കിയിരിക്കും, ഇതിനൊന്നും കൊല ഉണ്ടാവുന്നുമില്ല. അപ്പോൾ അങ്ങനെ മറ്റേ രാജാവിനെ എൻ്റെ അടുത്ത് സംസാരിച്ചടേ ഇതുവരെ ആയില്ലല്ലോ, ഇതെന്താ? അപ്പോൾ അതെന്താ? അപ്പോൾ ഉടനെ മറ്റേ രാജാവിന് ദേഷ്യം, ഞാൻ കൊടുത്തൊരു സാധനം ആയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് എനിക്ക് പോയി മര്യാദയ്ക്ക് നോക്കിയിട്ട് വേണം കഴിഞ്ഞാൽ. അവിടുത്തെ കർഷകർ ഇവിടെ വന്ന് നോക്കിയപ്പം അവരുടെ വാഴയെക്കാട്ടിലും വലിയ വാഴയാണിത്. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട്, പ്രഭു ഞങ്ങളുടെ നാട്ടിലുള്ളതിനെക്കാട്ടിലും ഇത് വളർന്നു, ഇത് കൊലയ്ക്കാത്തത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ഇതിനെല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാം ഇതിന് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്, എന്തുകൊണ്ട് ഇത് കൊലയ്ക്കുന്നില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഉടനെ എന്തായാലും ഇതിന് വെള്ളവും വളവും നമുക്ക് ഇനിയും കൊടുത്തു നോക്കാമെന്ന് പറയും. അങ്ങനെ അത് കൊലക്കിണ്ടുന്ന സമയം കഴിഞ്ഞതല്ല, രാജാവ് ഭയങ്കര ടെൻഷൻ, ഡിപ്രസ്ഡായി. രാജ്ഞി എന്തോ മനുഷ്യൻ, നിങ്ങളത് പോട്ടെ, അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് കുറേ കൊല മേടിച്ചുകൊണ്ട് നമ്മൾ എല്ലാം കൊടുക്കാം, അല്ല അതെന്തുകൊണ്ടായില്ല, ഞാൻ അത്ര ആഗ്രഹിച്ചത് അടുത്ത രാജാവ് ഡിപ്രഷൻ അടിച്ച് ആകെ സീനായിട്ട് ഇങ്ങനെ രാജ്ഞിക്ക് ഇതിലൂടെ കണ്ടിട്ട് പെരുത്ത് കയറി വരുമോ. അങ്ങനെ ഇത് ദിവസം കൊണ്ട് നോക്കി രാജാവ് മൊത്തത്തിൽ അങ്ങോട്ടല്ല, ഇത്രയും ഹാപ്പിനെസ് കൊടുക്കുന്ന രാജാവ് ഒരു പഴത്തിൻ്റെ പേരിൽ ഇതായിപ്പോയി. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഹാപ്പിനെസ് കൊടുത്തുകൊണ്ടിരുന്ന ഒരാൾ ഡള്ളായി മൊത്തത്തിൽ ഔട്ടായിപ്പോയി. രാജ്ഞിക്ക് ഒരു ദിവസം ദേഷ്യം കയറിയിട്ടുണ്ട്, മനുഷ്യ നിങ്ങൾ മര്യാദയ്ക്കെങ്കിൽ മര്യാദയ്ക്ക് ഇത് അങ്ങനെ നടി, എന്നാലും നിങ്ങളുടെ വാഴ പോയി വാഴയോട് ചോദിക്കാൻ പറഞ്ഞ് ഇവിടെ ഇരുന്നുകൊണ്ട് ഇത്. അപ്പോൾ ഉടനെ രാജാവ് തീരുമാനിച്ചു, ഞാൻ ആ വാഴയോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി രാവിലെ പുള്ളിയുടെ എല്ലാ സെറ്റപ്പുമായിട്ട് ഈ തെങ്ങും തോട്ടത്തിൽ വന്ന് വാഴ എടുത്ത് ചോദിച്ചു, വാഴ നീ എന്താ കൊലയ്ക്കാത്തത്? അപ്പോൾ വാഴ പറഞ്ഞ മറുപടി എന്തായിരിക്കും? വാഴ പറഞ്ഞു മറുപടി ചിലപ്പം ഓവറായിട്ട്
ഫുഡൊക്കെ കൊടുത്തോണ്ടായിരിക്കും. അതൊന്നുമല്ല. വാഴ എടുത്ത് ചോദിച്ചു, എന്താ വാഴ കൊലയ്ക്കാത്തതെന്ന് ചോദിച്ചു. അന്നേരം വാഴ പറഞ്ഞു, കൊലയ്ക്കാനോ? അന്നേരം പറഞ്ഞ, കൊലയ്ക്കണം, ഇതിനകത്തുനിന്ന് ഒരു കൊല ഉണ്ടാവണം, അത് നിന്ന് പഴുക്കണം, അത് പഴുത്ത് വരുമ്പോഴത്തേന് ഇതിൻ്റെ താഴെ അടുത്ത വിത്തുകളുണ്ടാവും, അന്നേരം ഞങ്ങളതെല്ലാം മാറ്റി മാറ്റി നട്ട് അതും കൊലയ്ക്കും. അങ്ങനെ ഒരു വാഴക്കൊല ഉണ്ടാവാൻ വേണ്ടിയിട്ടില്ലേ നിന്നെ ഇത്രയും വളർത്തി ഞങ്ങളിതാക്കിയത്. നീ അവിടുത്തെക്കാട്ടിലും കയറി ഇവിടെ വളരുകയും ചെയ്തു. നീ ഇത്രയും ആയത് ഇങ്ങനൊരു കൊല ഉണ്ടാവാനാ? ഓ, അങ്ങനൊരു കൊല ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരുന്നോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നേ? അന്നേരം ഉടനെ രാജാവ്, അതെ, എനിക്കിത് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് ചോദിച്ചു, നീ പിന്നെ ഇത്രയും നാൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു? എനിക്കിത് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നീ എന്തോ ചെയ്യുമായിരുന്നു? അപ്പോൾ വാഴ എന്തായിരിക്കും മറുപടി പറഞ്ഞേ? വാഴ മറുപടി പറഞ്ഞത്, ഞാൻ ആ തെങ്ങിനെ പോലെ വളരുമായിരുന്നു. സ്റ്റോറി ഇവിടെ തീരുവാണ്. രാജാവ് ആ ഉത്തരം കേട്ടപ്പം ഞാൻ വളർത്തിയ വാഴ തെങ്ങിനെ പോലെ വളരുമായിരുന്നു എന്ന് കേട്ടതും വാളെടുത്ത് വാഴ വെട്ടിയും കളഞ്ഞു. ഈ സ്റ്റോറി എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. ഒരിക്കലും ഒരു വാഴയ്ക്ക് ഒരു തെങ്ങാവാൻ പറ്റത്തില്ല. അതെ. ഒരു വാഴയ്ക്ക് ഒരു തേങ്ങ കൊടുക്കാനും പറ്റത്തില്ല. വാഴ ഒന്നും ചെയ്യണ്ടായിരുന്നു. അതെ അതെ, വാഴ ഒന്നും ചെയ്യണ്ടായിരുന്നു. വാഴ നിസ്സാരമായിട്ട് അതിൻ്റെ ഒരു കൊല ഉണ്ടാക്കി വെളിയിലോട്ടിട്ട രാജകീയമായിട്ട് ആ രാജ്യം മൊത്തം അതിന് തലയിലേറ്റി നടന്നേനെ. ഇതാണ് ചുറ്റിനുള്ള തെങ്ങിനൊക്കെ ഹൈറ്റ് അതിൻ്റെ പുറകെ അത് നോക്കിക്കൊണ്ട് വളർന്ന് പോയി. അത് മാത്രമല്ല, അവിടെ ഉണ്ടായതെന്താ? രാജാവിന് കോപം വന്നിട്ട് രാജാവ് വെട്ടിക്കളഞ്ഞു, ഇല്ലാതാക്കി കളഞ്ഞു. ഇതാണ് നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഞാൻ എന്താണ്? ഞാൻ എന്തിനാണ് ഇവിടെ ഉണ്ടായത്? എനിക്ക് എന്തിനാണ് ഈ വെള്ളവും വളവും എല്ലാം ഈ കിട്ടുന്നത്? ഞാൻ എന്തിനാണ് ഇതെല്ലാം കഴിക്കുന്നത്? ഞാൻ എന്ത് റിസൾട്ടാണ് ഈ ഭൂമിയിൽ ഞാൻ ചെയ്യേണ്ടുന്നത്? ഈ ഒരു അന്വേഷണത്തിനുള്ള ഉത്തരം നമ്മൾ സ്വയം, അതൊരു ധ്യാനത്തിലൂടെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഇത്രയും നാളത്തുള്ള ജേർണിയിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതിൻ്റെ ഉത്തരവാണെങ്കിൽ അങ്ങനെ, അത് നമ്മൾ കണ്ടെത്തണം. അല്ല, ഒരു പരിധിവരെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ തന്നെ ഒന്ന് ഈ സൂയിസൈഡിൻ്റെ ഒക്കെ ഒരു നമ്പർ ഓഫ് ഇതൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ തീർച്ചയായിട്ടും പറ്റും. അല്ല, ഞാൻ പറഞ്ഞത് ആ നിസ്സാരമായിട്ട് ഇപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വരയ്ക്കുക അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്നുള്ളത്, അതാണ് എൻ്റെ കഴിവ്, ഇതാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഞാനിതെല്ലാം ചെയ്യുന്നതും എന്നെ തേടി ആൾക്കാർ വരുന്നതും. ഞാൻ ഈ സമയത്ത് എനിക്ക് ട്രക്ക് ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് നടക്കൂ? ഈ നശിച്ച നാട്ടിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും? എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലാണ്. അപ്പം ഞാൻ നാളെ പറഞ്ഞു, ഡ്രൈവർ ആവാൻ ആഗ്രഹമുള്ള ആൾ ഡ്രൈവറായാൽ മതി. അദ്ദേഹത്തിന് കിട്ടുന്നത് നരേന്ദ്രമോദിയുടെ ഡ്രൈവറാണെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ കഴിവും വണ്ടി ഓടിക്കാനുള്ള സ്കില്ലും കണ്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ് പൊക്കി എടുത്തുകൊണ്ട് പോയി. അല്ലെങ്കിൽ അവൻ വണ്ടി ഓടിക്കുന്ന ഒരു സ്കില്ല് കണ്ടിട്ട് അബുദാബി രാജാവിൻ്റെ ഡ്രൈവറായിട്ട് മലയാളി. ഇപ്പോൾ ഇവിടുന്ന് എത്രയോ ആൾക്കാർ, ഒമാനിലെ രാജാവിന് മലയാളിയായിരുന്നു അവിടുത്തെ മെയിൻ കുക്കായിട്ടുള്ള ഒരാൾ. അവനൊക്കെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമുണ്ടോ? അയാളെന്തോ ഇവിടെയും പാചകക്കാരൻ അവിടെയും പാചകക്കാരൻ. കഴിവുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ സ്വന്തം കഴിവ് എന്താണ്, ഞാൻ പാചകം ചെയ്യുന്നതാണ് എൻ്റെ കഴിവ് എന്നുണ്ടെങ്കിൽ, ആ കഥയിൽ പറയുന്നത് പോലെ ഒരു പഴം അങ്ങോട്ട് പുറത്തോട്ട്, നമ്മളെ കാത്തിരിക്കുന്ന ഒരു നമുക്ക് വേണ്ടിയുള്ള നമ്മളെ വേണ്ടിയിട്ട് കൈയടിക്കാനും നമ്മളെ ആസ്വദിക്കാനിരിക്കുന്ന ഓഡിയൻസും ഉണ്ട്. അവർക്ക് നമ്മൾ ആ ഒരു റിസൾട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വെട്ടിയായി. ഇതാണ് എൻ്റെ പഴം എന്ന്. ഇങ്ങനെ കപ്പലുണ്ട്, തേങ്ങയുണ്ട്. ഓരോ നമുക്ക് വരുന്ന ഓരോ പോഡ്കാസ്റ്റിലും ഓരോ കഥ വെച്ചിട്ട് പറയാം. തീർച്ചയായിട്ടും. അങ്ങനെ ഈ പഴം എന്ന് പറഞ്ഞിട്ടുള്ള കഥ എൻ്റെ ഹോസ്റ്റൽ ജീവിതത്തിലും അരപ്പള്ളിയിലെ ജീവിതത്തിലും കുറെ ഓടിയതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാ ഈ സാധനം ഒക്കെ എടുത്താണ് ഞാൻ വരുന്നത്. കൊള്ളാം. അല്ല, അതെന്താണേലും കൊച്ചു കുട്ടികൾക്കൊട്ട് വയസ്സായ, ഞാൻ എന്നിട്ട് പണ്ട് വിചാരിച്ചായിരുന്നു ഇതെല്ലാം എഴുതിയിട്ട് ബുക്ക് ഇറക്കിയാലോന്ന്. പിന്നെ നമ്മളിന്ന് അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഇപ്പം ജെഫിൻ ചോദിച്ചുകൊണ്ട് പോഡ്കാസ്റ്റ് വഴി കേട്ടിറക്കാലോ, ആൾക്കാർ കേൾക്കാലോ. അതുകൊണ്ട് സീനില്ല. നമ്മൾ അത്രയും ചെയ്താൽ മതി. ഈ ഭൂമിയിൽ നമ്മൾ അത്രയും ചെയ്യും. ഞാൻ എന്തിനാണ് വന്നത് എന്നുള്ളത്. വേറൊരു കുഞ്ഞു കാര്യമാണ് ഞാൻ പറയാം. നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഒരു പശുക്കുട്ടി ജനിക്കുമ്പം പശുക്കുട്ടി എഴുന്നേറ്റ് അങ്ങ് ഓടിച്ചാടി അതിൻ്റെ രീതിയിലോട്ട് അങ്ങ് പോവുക.
ഒരു ആനക്കുട്ടിയാണെങ്കിലും ചാടി എഴുന്നേറ്റ് ഓടി പിന്നെ ആന അങ്ങ് ആ നടന്ന് ഓടി അങ്ങ് പോകും. ആട്ടുംകുട്ടിയാണെങ്കിലും അങ്ങനെ. പക്ഷെ ഒരു മനുഷ്യക്കുഞ്ഞ് കമന്ന് വീണ് ഇഴഞ്ഞ് നിരങ്ങി എഴുന്നേറ്റിട്ട് അമ്മാന്ന് വിളിക്കുന്നു, അച്ചാന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞുനാളിലുള്ള കുഞ്ഞിനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം സംശയത്തോടുകൂടി ചോദിക്കുക. അതെന്തുവാ ഇതെന്തുവാ, അത് ഒരു അന്വേഷണം. നമ്മളെന്തോ അന്വേഷിച്ച് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ അന്വേഷണത്തെ നമ്മൾ കണ്ടെത്തി. ഞാൻ ജെറിന്റെ കൊച്ചുണ്ടോ ലൂക്കാച്ചൻ ഉണ്ടായപ്പോഴും ലൂക്കാച്ചൻ അവനിപ്പോ ആ ഒരു സ്റ്റേജാ. ഇപ്പൊ ഇതെന്താ കാണുന്ന പുള്ളി ടി വി എടുത്ത് പോകുമ്പോ ഇതെന്താ ഇത് ടി വി തൊട്ട് നോക്കുക. അല്ല, അങ്ങനെ നമ്മൾ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിനകത്തുനിന്ന് നമ്മൾ പല കാര്യങ്ങൾ ചോദിച്ച് പോകുന്ന കൂട്ടത്തിൽ ഞാൻ എന്താണെന്നുള്ളത് അല്ല നീ എന്താണെന്നുള്ളത് നമ്മൾ സ്വയം നമ്മളോടും കൂടെ ചോദിക്കണം. എന്നാലേ നമ്മളെ കുറിച്ചിട്ട് ആദ്യം ചോദിക്കണം. എന്നിട്ട് ആ സാധനം അങ്ങോട്ട് ചെയ്യുക, സിമ്പിളായിട്ട് അങ്ങോട്ട് പോവുക. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ എന്താണ് അവസ്ഥ, ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ? ഓഫീസ് നമ്മൾ മൈലത്തായിരുന്നല്ലോ നമ്മുടെ ഓഫീസ്. നമ്മളിപ്പം ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ഇറങ്ങുവാണ്. നമ്മൾ ചെങ്ങമനാടിൻ്റെയും പള്ളുമുക്കിൻ്റെയും കൂടെ സെൻറ്ററിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ ഓഫീസ് മാറ്റി നമ്മുടെ ഏറ്റവും പുതിയ സെറ്റപ്പിൽ പുതിയ സജ്ജീകരണങ്ങളോടുകൂടി CID മൂസ സ്കോട്ട്ലൻഡിലേക്കായി എന്ന് പറയുന്ന റൂട്ട് നമ്മുടെ ഓഫീസ് നമ്മൾ എടുത്തു. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 1.5 മാസത്തിനകത്ത് നമുക്കത് പൂർത്തീകരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ലോഗോ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ വഴി അപ്ഡേറ്റ് ആവുന്നുണ്ട്. ലോഗോയുടെ അനിമേഷൻ വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിലൂടെ, അല്ല അതെന്തായാലും നമുക്ക് ഈ പോഡ്കാസ്റ്റിനോട് കൂടെ തന്നെ നമുക്ക് എന്തായാലും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് റിലീസ് ചെയ്യുന്ന ഇതുപോലെ മീനിങ് ഫുൾ ആയിട്ടുള്ള. അതെ നമ്മുടേതായിട്ടുള്ള കുറച്ച് നമ്മുടേതായിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു അതൊരു സംഭവമാണ്. അതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതെ. അപ്പം ജിജോമോൻ ബേസിക്കലി ഒരു ആർക്കിടെക്ചറാണ്. സോ ഈ ആർക്കിടെക്ചറിൻ്റെ ഇപ്പോൾ എനിക്കിപ്പോൾ എന്നെപ്പോലെ അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇവൻ ഡിഗ്രിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ആർക്കിടെക്ചർ മേഖലയിലോട്ട് പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത്? ആക്ച്വലി സാധ്യതകളേ ഉള്ളൂ. ലോകം തന്നെ ഉണ്ടായിരിക്കുന്നത് ഒരു ദൈവമാണ് ഏറ്റവും വലിയ ആർക്കിടെക്റ്റ്. അദ്ദേഹം ഈ ലോകം മുഴുവൻ യൂണിവേഴ്സ് മൊത്തം ഏതോ ഒരു ഡിസൈനിൽ പല വൈവിധ്യം. ഞാൻ ഇന്നലെ നമ്മുടെ പരവൂരടുത്തൊരു കാവേരി എലിഫൻ്റ് എന്ന് പറയുന്നത് ആനക്കൂട് പോലെ ഈ ആനയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടൊരു സംഭവം, ഞാൻ എൻ്റെ പേരങ്ങ് വിട്ടുപോയി, ഉണ്ട്. നമ്മൾ കൊച്ചു പിള്ളേർക്ക് സമയം കളയാൻ വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. അവിടെ പോയപ്പോൾ ബേസിക്കലി എനിക്ക് ആനയോട് കുറേ ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അവിടെ ഒരാനയുണ്ട്, ഗംഗ എന്ന് പറഞ്ഞൊരു ആനയുണ്ട്. അപ്പോൾ ആനയ്ക്ക് തണ്ണിമത്തങ്ങി അതും ഇതുമെല്ലാം ഞങ്ങൾ കൊടുത്തു. അപ്പോൾ ഈ ആനയ്ക്ക് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തൊരു ഒട്ടകം നിൽപ്പുണ്ട്. ഞാൻ ഒട്ടകത്തിൻ്റെ അടുത്ത് ഞാൻ സിമ്പിളായിട്ട് ഓരോ ജീവികൾ ഞാൻ പറയുന്നത് പല ക്ലൈമറ്റിൽ ജീവിക്കുന്ന, പല സ്പെഷ്യാലിറ്റീസ് കൊടുത്ത, പല രീതിയിലിരിക്കുന്ന പല ജീവികൾ എന്നതുപോലെയാണ് ഈ ഒരു മേഖല. ആക്ച്വലി ആർക്കിടെക്ചർ എന്ന മേഖലയൊക്കെ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്, ക്ലൈമറ്റ് ഉൾപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, അവിടെ എന്താണ്, അവിടെ എവിടുന്നാണ് കാറ്റടിക്കുന്നത്, അവിടെ എവിടെയാണ് വെളിച്ചം, അവിടെ എന്തുവാ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ അവിടുത്തെ നമ്മളിപ്പം സ്ഥിരം കണ്ടുവരുന്ന കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കുറേ എന്തൊക്കെയോ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ചില സ്ഥലത്തൊക്കെ പോയാൽ തന്നെ എന്തുവാ പണിത് വെച്ച്. ഞാൻ എറണാകുളത്ത് നേരത്തെ താമസിച്ചോണ്ടിരുന്ന വീട് ശവപ്പെട്ടിയുടെ കൂട്ടായിരിക്കും. സംഭവം തിരിഞ്ഞിരിക്കും, ആകാശത്തോട്ട് നോക്കും, നേരെ മുകളിലോട്ട് നോക്കുമ്പോൾ പേടിയാവും. കാരണം ചില ആർക്കിടെക്ചർ വർക്ക് കാണുമ്പോൾ തലതിരിച്ച് ചെയ്യുന്നത് സത്യം ഇതെന്ത് ഏത് മണ്ടനാ ചെയ്തെന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകും. കാരണം ഞാനത് മണ്ടത്തരത്തൊന്നുമല്ല പറയുന്നത്, അത് എപ്പോഴും ക്ലൈൻറ്റ് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ലയൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരിപ്പം 5 കോടിയുടെ വീട് വെക്കാനിരിക്കുമായിരിക്കും, എന്നാലും ഇവരൊന്നും ഒരു കറക്റ്റ് വഴിയിലൂടെ ഇതൊന്നും ചെയ്യത്തില്ല. അവർ ഇപ്പം
ഇപ്പോൾ വരയ്ക്കുന്നതിന് എന്തുകൂടി അവന് ഇത്ര റേറ്റ്? നമ്മൾ കൊടുക്കുന്നതും അവിടെ ഇപ്പോൾ ബേസിക്കലി ഞാൻ ചെയ്തിട്ടുള്ള വീടുകളിലെല്ലാം വാസ്തുവൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി അത് ഉന്നതങ്ങളിലുള്ള ആളുകളെയും കൊണ്ട് റെഫർ ചെയ്യേണ്ടുന്നത് അങ്ങനെ ചെയ്തു. അതല്ലാതെ നമ്മൾ നോക്കേണ്ടുന്നത് അങ്ങനെ നോക്കി. അവരെ കംപ്ലീറ്റായിട്ട് ഒരു കൃത്യമായിട്ടൊരു ഒരു രീതിയിലേക്ക്, ഇപ്പോൾ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ആ ഒരു രീതിയിലേക്ക് അവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കാരണം ഈ വാസ്തുവിൻ്റെയൊക്കെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രകൃതിയുടെ നിയമങ്ങളാണ്. അതല്ലാതെ ദൈവവും ഭൂതവും ഒരു സയൻസ് ഉണ്ടല്ലോ. പിശാചും ഒന്നും അല്ല. അതൊരു ഭൂമിയുടെ നിയമത്തിനനുസരിച്ച് നമ്മൾ ഉണങ്ങി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഉണങ്ങിയിരിക്കുന്ന ഒരു കമ്പിനകത്ത് ഒരു കൂട് വെച്ച് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞ് താഴെ വീഴും. അപ്പം എന്നതുപോലെ കാറ്റ് കിട്ടേണ്ടുന്നിടത്ത് അടച്ചു വെച്ചാൽ കാറ്റ് കിട്ടത്തില്ല. എക്സിറ്റ് ആവാനുള്ള ഒരു ആ രീതിയിൽ നമ്മൾ ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണോ അവരുടെ ആവശ്യം എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തുക. അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞിട്ട് അവിടെ അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യം പറയുക. ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളിനകത്ത് ഇപ്പം നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം പറയും, അയ്യോ അതൊന്നും പറ്റത്തില്ല, നമുക്ക് അതങ്ങനെ പറ്റത്തില്ല, ഇതിങ്ങനെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം ഫുള്ളി നമ്മളെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടതില്ല. ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ വേണം, ജിജോയുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്കൊരു സാധനം ചെയ്താ എന്ന് പറഞ്ഞ് നമുക്ക് ഇച്ചിരി ആവിഷ്കാര സ്വാതന്ത്ര്യം കൂടെ തരുമ്പം നമ്മൾ എന്ത് ചെയ്യുന്ന പറയുക, കൂടുതൽ അവരെ പഠിക്കും. അവരെ പഠിച്ചിട്ട് അവർക്ക് എന്താണോ ആവശ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതും അവരുടെ ഒരു സ്വഭാവവും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കും. എപ്പോഴും ഈ മേഖലയിലോട്ട് വരുന്നവർ ചിന്തിക്കേണ്ടുന്നത് അതാണ്. സ്ഥിരം ഒരു പാറ്റേൺ വിട്ടിട്ട് ഇല ഇറങ്ങി വിളമ്പുക. അതെ. അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ വിളമ്പിട്ട് കാര്യമില്ല. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. അതെ, അത് കൃത്യമായിട്ട് വിളമ്പണം. ഉപ്പ് കൂടി പോയാൽ മുളക് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാവും. അപ്പോൾ ആ കൃത്യമായിട്ട് വിളമ്പാൻ അറിയുന്ന വിളമ്പുകാർ വേണം, പാചകക്കാർ വേണം. അങ്ങനെ അതിനെ കൊണ്ടുപോകും. M3 ഇന്റർനാഷണൽ എല്ലാം ഉണ്ടല്ലേ, തിന്നാനും ആൾക്കാരുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ സെഷനായിട്ടുള്ള ആ ഒരു പോഡ്കാസ്റ്റിന്റെ ആ ഒരു, അപ്പം ഇതൊരു എൻഡെന്ന് പറയുന്നില്ല, ഇനിയും വന്നോണ്ടിരിക്കും. അത് നമ്മള് ഇതിപ്പോ ഫസ്റ്റ് പരിപാടി തുടങ്ങി, അത് സക്സസ് ആയി. ഇനി സെക്കൻഡ് പരിപാടി കഴിഞ്ഞു, അത് ഇനി നിങ്ങളിൽ എത്തുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ M3 ഇന്റർനാഷണലിൻ്റെ പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ചെയ്തത് എൻ്റെ ഒരു ജെഫിൻ എന്നാണ്. സോ അതിൻ്റെ മെയിൻ ആള് ജിജോ മോൻ. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ഒരു പരിപാടി, ജോർജ് എൻ്റെ പേര്, ജിജോ. ഞാൻ ചെറുപ്പം തൊട്ട് എൻ്റെ ഫോണിനകത്ത് പോലും ഞാനിപ്പം മറ്റേ സംഭവം, കാരണം എനിക്ക് പലർക്ക് കോണ്ടാക്ട് ഞാൻ ചിലപ്പോൾ ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഞാൻ ജിജോ മോൻ, ജിജോ മറ്റേ M3 ആർക്കിടെക്ട് ഫിൽട്ടർ എന്നൊക്കെ അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ആ ഒരു സംഭവം കിടപ്പുണ്ട്. എന്താണെങ്കിലും ഈ ഒരു പോഡ്കാസ്റ്റിൽ പങ്കെടുത്ത താങ്കൾക്കും ഹോസ്റ്റ് ചെയ്ത എനിക്ക് ഞാൻ എന്നോട് തന്നെ ഒരു നന്ദി പറയുന്നു. വണക്കം.